ഗ്രഹാതുരത നിലനിർത്തിയ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഒന്നിച്ചുകൂടാൻ ജലസ്രോതസ്സിന്റെ തീരം. പത്തനംതിട്ട ഇലന്തൂരിന്റെ ഗ്രാമഭംഗിയായി മാറുകയാണ് കുന്നത്തുചിറക്കുളം. ഗ്രാമപഞ്ചായത്തിലെ കുന്നത്തുചിറക്കുളം മണ്ണുമൂടിയും വേസ്റ്റുകൾ നിറഞ്ഞും കിടന്ന കാലത്താണ് കുളം വൃത്തിയാക്കി ശുദ്ധജല സ്രോതസ്സാക്കാൻ പഞ്ചായത്ത് തീരുമാനിക്കുന്നത്. ജലം അമൂല്യനിധിയാണെന്ന ആപ്തവാക്യം ഉൾക്കൊണ്ട് ഒരു കൂട്ടം ആളുകളും പഞ്ചായത്തും കൈകോർത്തപ്പോൾ കുളത്തിന് ശാപമോക്ഷം. ഫണ്ട് അപര്യാപ്തമായ ഘട്ടത്തിൽ പുതിയ മാർഗങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് കുന്നത്തുചിറക്കുളത്തിന് പുനർജീവനം നൽകാൻ കഴിഞ്ഞതെന്ന് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP മുകുന്ദൻ പറഞ്ഞു. 2023 ഭരണസമിതി അംഗങ്ങളെ ഈ കുളം വൃത്തിയാക്കി എടുക്കണമെന്നും ഉള്ള തീരുമാനത്തോടു കൂടി സകല പണികളും കുറ്റിയെട്ടി ഇത് വൃത്തിയാക്കിയെടുത്ത് ഏകദേശം വളരെയധികം മത്സ്യക്കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് മത്സ്യങ്ങൾ വളർന്ന് ഇപ്പം വളരെ വലുതായി എല്ലാവർക്കും ഒരു കാഴ്ച വസ്തുവായിട്ട് തന്നെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു സൈഡ് നമ്മൾ മരങ്ങള് സംരക്ഷിച്ച് അവിടെ ബെഞ്ച് ഫിറ്റ് ചെയ്ത് ആൾക്കാർക്ക് വന്ന് വിശ്രമിക്കുന്നതിനും ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. പിന്നീടുള്ള ചിന്ത കുളം മലിനമാകാതിരിക്കാൻ എന്തു ചെയ്യണം എന്നതായിരുന്നു. അതിനായി പല നിറത്തിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് പരിഹാരം കണ്ടെത്തി. കുളം ഇപ്പോഴത്തെ നിലയിലേക്ക് എത്തിക്കാൻ ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞു പോയ ഒരുപാട് പേരും പ്രയത്നിച്ചതായി പൗരസമിതി അംഗവും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ സാം ചെമ്പകത്തിൽ പറഞ്ഞു. ഒരു കാലഘട്ടത്തിൽ ഈ കുന്നത്തുചിറ പായൽ മൂടി മണ്ണ് നിറഞ്ഞ് നാശോന്മുഖമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായിരുന്ന ഇലന്തൂർ സി.ടി. മത്തായി സാറിന്റെ നേതൃത്വത്തിൽ ഇലന്തൂരിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്ന ശ്രമദാനത്തിലൂടെ ഒരു മാസം നീണ്ട പ്രവർത്തനത്തിലൂടെ ഈ കുന്നത്തുചിറ നവീകരിച്ചെടുക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിലെ കുളങ്ങളെല്ലാം വിസ്മൃതിയിലായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് മാതൃകയാകുകയാണ് ഇലന്തൂരിലെ ഈ ജനത. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.